എന്തോ ഒരു സിനിമയുടെ പ്രൊമോഷൻ മനോരോഗമെന്നോ എന്തോ പറഞ്ഞുകൊണ്ട് വെട്രൻ കഥാകൃത്തും തിരക്കഥാകൃത്തും വെട്രൻ ഡയറക്ടേഴ്സും വെട്രൻ ആക്ടേഴ്സും ഒക്കെ കൂടി കുറച്ച് യുവനടന്മാരെ ഇരകളാക്കി കൊണ്ടെടുക്കുന്ന ഒരു സിനിമ. അതിനകത്ത് കുറെ വെട്രൻസ് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ അതിനകത്ത് വെട്രൻസ് മാത്രമല്ല, ഇമാതിരി തൊലിഞ്ഞ ക്രൗഡിൽ ഉണ്ടാകുന്ന സ്ഥിരം അലമ്പും അവിടെ നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പറഞ്ഞിടപാടായിരിക്കും അവിടെ നടക്കുന്നത്. അപ്പൊ അത് പഴഞ്ചന്മാരും പിന്തിരിപ്പന്മാരും മൂരാച്ചികളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ വന്നു കൂടിയപ്പോ ഏതോ ഒരു നാരായണൻ, അവന്റെ പേരെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, സംഗീത സംവിധായകനാണ് എന്നൊക്കെ പറയുന്നത് കേട്ടോ, എന്തോ ഭയങ്കരനാണെന്ന്. ഞാൻ ഇതൊരു ആദ്യമായിട്ട് കാണുമോ ഇവനെയൊക്കെ. ഞാൻ അങ്ങനെ മലയാള സിനിമയും കാണാറില്ല, ഈ പറഞ്ഞ പാട്ട് ഏതെങ്കിലും കേട്ടിട്ടുണ്ടാവുന്നേ ഉള്ളൂ, അല്ലാതെ ഈ തൊലിഞ്ഞ പാട്ടുകളൊന്നും അങ്ങനെ അധികം ശ്രദ്ധിക്കാറുമില്ല. പ്രത്യേകിച്ച് മലയാളം പാട്ടൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, കാരണം അത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ടാ, വേറൊന്നും തോന്നരുത് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇവന്റെ ഒന്നും പാട്ടായാലും കേട്ടിട്ടുണ്ടാവായിരിക്കും, എനിക്കറിയത്തില്ല ഏതാണെന്നൊന്നും തിരയാനൊന്നും പോയില്ല. ഇവൻ ആരാണ്, ഇവന്റെ തന്ത ആരാണെന്നോ അല്ലെ ഇവൻ ഏത് ഉണ്ടാത്തിന് ഉണ്ടാക്കി വന്നവനാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ആസിഫ് അലി എന്ന് പറഞ്ഞ ആള് സിനിമ നടനായതുകൊണ്ട് എല്ലാവർക്കും അറിയാം. പിന്നെ അതങ്ങനെയാണല്ലോ, നടന്മാർ ഈ പ്രസന്റ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ വന്ന് ഇങ്ങനെ സിനിമകളിൽ സംവിധാനത്തിൽ നമുക്ക് അറിയത്തായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ ആസിഫ് അലി എന്ന് പറയുന്ന ആള് എന്തോ അവാർഡ് ദാനത്തിൽ പങ്കെടുക്കുകയും ഈ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞ നാരായണൻ ഒരുത്തം വന്നിട്ട് ഈ മൊമെന്റ് സ്വീകരിച്ചതിന് ശേഷം ജയരാജിനെ വിളിച്ചു വരുത്തുന്നു. ജയരാജിനെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ പിന്നെ ചർച്ചയാവുന്നു. ഈ പറഞ്ഞ നാരായണൻ ആസിഫ് അലി അപമാനിച്ചു, അത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സംഭവം നടക്കുക ഇപ്പോൾ. സത്യത്തിൽ ഈ നാരായണൻ എന്ന് പറയുന്ന ഈ ഇവൻ മനോജ് എന്താണോ അവന്റെ പേര്, ഇവന് പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇത്തിരി ആളുകളുണ്ട്. അതായത് ചിലർക്ക് ഈ പ്രശ്നമുണ്ട് ഇവിടെ. അത് വലിയ പുള്ളികളെ കാണുമ്പോൾ അങ്ങ് ഒലിക്കും, നക്കും, തൊഴുത് കാണിക്കും, കെട്ടിപ്പിടിക്കും, ഉമ്മ വെക്കും, വേണ്ടി വന്നാൽ ഒന്ന് കൈയിട്ടൊന്ന് ഇളക്കും. അതൊരു സ്ഥിര സ്വഭാവം ഇവിടെ ഉള്ളവരുടെ, മനസ്സിലായോ? അത് കുറച്ച് ഒരു ഇടത്തര ആൾക്കാരുണ്ട് ഇവിടെ അങ്ങനത്തെ. അവർക്ക് മമ്മൂട്ടിയെ കാണുമ്പോൾ നക്കാനും കെട്ടിപ്പിടിക്കാനും ഉമ്മ കൊടുക്കാനും ഇളക്കാനൊക്കെ ഒരു പ്രത്യേക താല്പര്യമാണ്, മനസ്സിലായോ? അവിടെ കാണുമ്പോൾ അങ്ങ് മെഴുകും. അങ്ങ് മെഴുകി അങ്ങ് കയറും അങ്ങ് ചെന്ന്. പക്ഷെ നേരെ തിരിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ, കുറച്ചുകൂടി നമ്മളെ അവരെക്കാളും കുറഞ്ഞവരാണ്. അപ്പൊ ഞാൻ അവനെ തന്നെയാണ്, അതുകൊണ്ടാണല്ലോ മമ്മൂട്ടിയെ ചെന്ന് നക്കാൻ പറ്റുന്നതെന്നൊക്കെ വിചാരിച്ചേക്കുന്ന ചില നാറികളുണ്ട്. അതിവിടെ ഒരുപാട് നാറികൾ, ഇങ്ങനത്തെ നാറികളുണ്ട്. അവർക്ക് ചിലപ്പോ ഒരു സഹനടൻ അല്ലെങ്കിൽ സഹനടനൊന്നും അല്ല, ആസിഫ് അലി അത്യാവശ്യം നായകനൊക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരാളാണ്. പിന്നെ ഒരുപാട് ഹിറ്റുകളും, അല്ലെ ഈ പറഞ്ഞ പോലെ മമ്മൂട്ടിയുടെ മോനും മോഹൻലാലിന്റെ മോനും അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ മോനും അങ്ങനൊന്നും അല്ലാഞ്ഞത് കൊണ്ടായിരിക്കാം അത്രയ്ക്ക് അങ്ങോട്ട്. പിന്നെ പുള്ളി ഒരു കാര്യമുണ്ട്, ഈ ആസിഫ് അലി ഒരു ജെന്റിൽമാൻ ആണ്, അതുപോലെ തന്നെ ഒരു നല്ലൊരു ക്യാരക്ടറാണ്, നീറ്റായിട്ട് നടക്കുന്നൊരു മനുഷ്യനാണ്. അത് കൂടുതൽ അഭ്യാസത്തിനൊന്നും വരത്തില്ല. പിന്നെ ആവശ്യത്തിന് പൈസയൊക്കെ ഉള്ളൊരുത്തനാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ നേരത്തെ പുള്ളിക്ക് ഇതൊന്നും വലിയ വിഷയമൊന്നുമല്ല. അതുകൂടാതെ ഫാമിലി പുള്ളിയെ സിനിമയിൽ അങ്ങോട്ട് അഭിനയിപ്പിക്കാൻ താല്പര്യമില്ല ഇയാളെ വീട്ടുകാർക്കൊന്നും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് കേട്ടേക്കുന്നത്. പിന്നെ ഒരു ജെന്റിൽമാനാണ്, ഡീസന്റ് ആണ്, ഇങ്ങനത്തെ കച്ചറയ്ക്കൊന്നും നിൽക്കുന്ന ആളുമല്ല. പരിചയം നേരിട്ടറിയാവുന്നവർ പറയുന്ന കാര്യങ്ങൾ. ഈ മനോജ് നാരായണനെ പോലത്തെ ആൾക്കാരല്ല. ഈ നാരായണ മനോജാണോ ദിനാജാണോ എന്തുവാണോ, എന്തെങ്കിലും പേര് തെറ്റിയാൽ എനിക്ക് മൈര, ഇവനെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനത്തെ കുറെ നാറികളെ ഞാൻ അറിയാൻ ശ്രമിക്കാറില്ല. അതുകൊണ്ട് അറിയത്തില്ല, നോക്കത്തില്ല, ഇവന്റെ ഒന്നും പാട്ടും കേൾക്കാൻ പോകുന്നില്ല. അപ്പോ അയാളെ ഈ പറഞ്ഞ ഇയാളെ പോലെ അല്ല അവനെന്നൊക്കെ വെച്ചാൽ എന്നും ഇങ്ങനെ ഇതേപോലത്തെ ആളുകളെയൊക്കെ കണ്ടും കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും ഒക്കെ കൊതിച്ച് നടക്കുന്നവനൊക്കെ ആയിരിക്കും, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അവനെ അങ്ങനെയുള്ളവർ കെട്ടിപ്പിടിക്കണമെന്നോ ഉമ്മ വെക്കണമെന്നൊക്കെ ഉള്ള ഒരു കൊതിയുള്ളവനായിരിക്കും. പക്ഷെ ആസിഫിൽ അങ്ങനത്തെ ആളാവാൻ സാധ്യത ഇല്ല. പിന്നെ മനോജ് നാരായണ പോലത്തെ ആളെ പേഴ്സണലി അറിയാവുന്നവർക്കും അറിയായിരിക്കും. ഇയാൾ ഇതിന് മുമ്പ് ഇതുപോലെ പല സ്ഥലത്തും ഇതുപോലത്തെ പല കളികളും, പിന്നെ ഇവന്റെ ഒരു അധികാര ഭാവവും അതൊക്കെ ഇവനുണ്ടാവും. എല്ലാം അവൻ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ ഇത് ചെയ്യത്തില്ല. എന്നിട്ട് എന്നിട്ട് പിന്നെ ഇന്റർവ്യൂ എടുത്തിട്ട് പറയാം, സോറി ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അയാളെ ഒരിക്കലും ആസിഫ് അലി എനിക്ക് ഇഷ്ടമാണ്, ആസിഫ് അലിക്ക് ഇവൻ അറിയായിരിക്കും. പക്ഷെ ഇവന്റെ പ്രശ്നം ഞാൻ പറഞ്ഞതാ, മനസ്സിലായോ? അത്ര പോരാ, ഇവൻ അതിലും വലുതാണ്. അതുക്കും മേളിലുള്ളവരായിട്ടൊക്കെ ഞാൻ കെട്ടിപ്പിടിക്കുകയും നക്കുകയും വിരലിട്ട് അളക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റ് ഇവനൊക്കെ ഉണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. അല്ലാതെ ആസിഫ് കണ്ടപ്പോൾ അവൻ അത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് അവൻ ചെയ്തത്, മനസ്സിലായോ? എന്നിട്ട് പറയാം മനുഷ്യനാണെന്ന്. അവൻ എന്താ ആദ്യം വന്നപ്പോൾ എന്താ റോബോട്ടാന്ന് ചോദിച്ചത്? അതോ ഈ മോഹൻലാലിനെ മമ്മൂട്ടിയും കാണുമ്പോൾ ഇവന് പ്രത്യേക കെട്ടിപ്പിടിയും നക്കലും തിരുമലും തടവലും ഒക്കെ വരുന്നത് വേറെ എന്തെങ്കിലും ആണെന്ന് തോന്നിയിട്ടല്ലേ? അതെന്താ ഇവിടെ ആദ്യം വരാഞ്ഞത്? അവൻ എല്ലാം കഴിഞ്ഞപ്പോഴാണല്ലോ മനസ്സിലായത് അതൊരു മനുഷ്യനാണെന്നൊക്കെ. എന്തൊരു തൊളിഞ്ഞ വർത്താനം എന്നിട്ട് വന്നിട്ടുണ്ട്, സോറി എന്ന്, ഞാൻ എക്സ്ട്രീംലി സോറി എന്നൊക്കെ. നിന്റെ സോറി ഒന്നും ഇവിടെ ഒരു പട്ടിക്കും വേണ്ട, പ്രത്യേകിച്ച് ആസിഫ് അലിക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ഒരു ഊച്ചാളിയാണെന്നുള്ള എന്താണെന്ന് മനസ്സിലായി. പിന്നെ കിടന്ന് മെഴുകണ്ട അധികം. അവിടെ ഇവിടെ നിന്ന് വന്ന് മെഴുകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നവനല്ല, എന്റെ ഭാഗത്തൊന്നും അങ്ങനെ ഉണ്ടാകത്തില്ലെന്നൊക്കെ. നീ ആദ്യം എന്ത് ഉണ്ടാകാൻ ചെന്നിട്ട് അങ്ങനെയുള്ള ഒരുത്തനാണെങ്കിൽ തീർച്ചയായിട്ടും ആസിഫ് അലി വേണമെന്നൊന്നുമില്ല. അത് അപ്പുറത്തേക്കുന്ന ആരാളും എന്തുകൊണ്ട് തന്നാലും എങ്ങനെയാണെങ്കിലും അത് ഗ്രീറ്റ് ചെയ്യേണ്ട രീതിക്ക് ഗ്രീറ്റ് ചെയ്യുക, ആരോട് സംസാരിക്കുക, എന്തുകൊണ്ട് ചെയ്യാം. നീ മറ്റവനെ കാണുമ്പോൾ നിനക്ക് തൊലിക്കുന്നുണ്ടല്ലോ, ആ ഒലിക്കൽ എന്താ ഇവിടെ വരാത്തെ? അത് ആദ്യമേ വന്നിട്ടില്ല, പിന്നെ കൂടുതൽ ഉണ്ടാക്കണ്ട, മനസ്സിലായോ?
നീ കാണിച്ചത് മഹാ കഞ്ഞി പരിപാടിയാണ്. നിന്നെ പോലത്തെ തൊലിയന്മാർക്ക് ഇതൊക്കെ പറ്റത്തുള്ളൂ. അത് നിന്റെ ആ പരിപാടി കണ്ടറിയാം. പിന്നെ നീ അത് കഴിഞ്ഞ് എല്ലാവരോടും അങ്ങോട്ട് കയറി സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് അളിഞ്ഞപ്പോൾ നീ കൊണയടിക്കുന്നു വന്നിരുന്നുണ്ടോ. ഞാൻ ഭയങ്കര മനുഷ്യനാണ് പോലും. എവിടുത്തെ മനുഷ്യൻ? അങ്ങനെ വലിയ മനുഷ്യനൊന്നും ആവണ്ട കേട്ടോ, കൂടുതൽ മനുഷ്യനൊന്നും ആവണ്ട ഇവിടെ ആരും. വലിയൊരു മനുഷ്യ സ്നേഹി വന്നത് ഒരു മനുഷ്യനോട് ഞാൻ അങ്ങനെ ചെയ്യത്തില്ലെന്ന്. ആദ്യം നിനക്ക് മനസ്സിലായില്ല ഇത് മനുഷ്യനാന്നാ വന്നത്. അയ്യടാ കൊണയന്മാർ, ഇങ്ങനത്തെ കുറെ കൊണയന്മാരുണ്ട്. ഇവന്റെയൊക്കെ സ്വഭാവം ഇതാ, മനസ്സിലായോ? അവനൊക്കെ ജയരാജിനെ കൊണയ്ക്കാതെ അവന് പറ്റത്തില്ല. ജയരാജ് അവൻ വിളിച്ചേക്കുക. എന്തിന്? അതെന്തിനാ? അവിടെ ഉണ്ടാക്കാൻ അറിയാം, ഇവിടെ ഉണ്ടാക്കാൻ അറിയത്തില്ല. സാറുമാരെ കാണുക പ്രത്യേക ഒരു വണങ്ങലും തൊഴുതലും അവന്റെ ഒരു നക്കലും ഒലിപ്പിക്കലും. അല്ലെ എന്തോ റേഞ്ച് ഉള്ള ആളാന്ന് തോന്നിയോ? വേറൊരു റേഞ്ചിലാണ് ഞാനെന്ന്. ആ റേഞ്ചിലോട്ടൊന്നും ആസിഫ് അലിയെ പോലത്തെ ആൾക്കാരൊന്നും എത്തിയിട്ടില്ല. ഞങ്ങൾ വേറെ റേഞ്ച് ആൾക്കാരുടെ ജറാജ, നാന, മമ്മൂട്ടെ, മോഹൻലാലൊക്കെ റേഞ്ച്. അങ്ങനെ തോന്നിയോ നിനക്ക്? അതോ നീ ഇനി മറ്റവനെ പോലെ മറ്റേ താടി വെള്ള, മുടി വെള്ള, ജുബ്ബ വെള്ള, പാന്റ് വെള്ള, ഷൂ വെള്ള, സോക്സ് വെള്ള, ഷഡ്ഡി വെള്ള, തിന്നുന്ന തീട്ടം വെള്ള എന്നൊക്കെ തോന്നുന്ന ആൾക്കാരാണോ നിങ്ങൾക്ക്? അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ. ആ ജനറേഷനെ കണ്ട് വളർന്നതല്ലേ. ആസിഫ് അലി അങ്ങനെ അല്ല. ആസിഫ് അലി വളരെ ഡീസന്റ് ഒരു മനുഷ്യനാണ്. അത് നേരിട്ടറിയാവുന്നവർക്കൊക്കെ അറിയാം. ആസിഫ് അലിക്ക് ഫാൻസും വലിയ സംഭവം ഒന്നും കാണത്തില്ലായിരിക്കും. പക്ഷെ നേരിട്ട് പരിചയപ്പെട്ടേക്കുന്ന എല്ലാവരോടും ഡീസന്റ് ആയിട്ട് ഇടപെടുന്ന വളരെ മാന്യനായ, അത്യാവശ്യം മെനക്ക് ജീവിക്കുന്ന, മനസ്സിലായി? നീയൊക്കെ ഇപ്പൊ കണ്ട സാധനമൊക്കെ നേരത്തെ അവൻ കണ്ടിട്ടുള്ളവനുമാ. നീ ഒന്ന് ആ സ്ഥലത്തൂടെ അവൻ പോയിട്ടുണ്ട്, നീ പോയി കാണത്തില്ല അവൻ പോയ വഴിക്ക്. അതേപോലെ ഉറപ്പാ. അവൻ അഹങ്കാരവും മറ്റേ പരിപാടിയൊക്കെ കാണിച്ചിട്ട് കിടന്ന് മെഴുകണ്ട, മനസ്സിലായോ? ആസിഫ് അലി ഒന്നും ചെയ്തിട്ടില്ല. അവനടുത്ത് കൊടുത്തു, അത് കഴിഞ്ഞ് അവനോടിരുന്നു. അവൻ ഇൻസൾട്ട് ആയോ ഇല്ലോ എന്നൊന്നും എനിക്കറിയത്തില്ല. അവൻ ചാൻസ് കുറവാ. കാരണം ഇവനെയൊക്കെ പോലത്തവനെയൊക്കെ ഈ ആസിഫ് അലി കുറെ കണ്ടു കാണുമെന്നേ. ഇവൻ ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ അല്ലേ ഇറങ്ങി തുടങ്ങിയത്. അവനെ ആദ്യമായിട്ടല്ലേ ഇവിടെയൊക്കെ കണ്ടത്. നിങ്ങൾ ആരും ഇവനെയൊക്കെ നേരത്തെ എവിടെയും കണ്ടിട്ടുണ്ടോ? അവൻ ആദ്യമായിട്ട് വന്നതിന്റെയാ. അപ്പൊ അവൻ ഇത് മറ്റേ കണ്ടപ്പോ അങ്ങ് മെഴിച്ച് അവനങ്ങ് ഒലിച്ച്. ജയരാജ് കെട്ടിപ്പിടി, മമ്മൂട്ടി കെട്ടിപ്പിടി, ആസിഫ് അലി അങ്ങോട്ട് തട്ടിയെന്ന്. ഞാൻ അവനെ കണ്ടിട്ട് തട്ടിയെന്ന്. എന്നിട്ട് ഞാനൊരു മനുഷ്യനോട്. ഇത് രണ്ട് ടൈപ്പ് മനുഷ്യർ തന്നെയാണ് നിനക്ക്. നീ അതുകൊണ്ടാണ് നീ മറ്റടുത്ത് കെട്ടിപ്പിടി, ഒലിപ്പീരും, നിന്റെ നക്കും വിരലിട്ട് ഇളക്കും, തിരുമും തടവും ഒക്കെ നീ കാണിക്കുന്നത്. അല്ലാതെ കൊണയടിക്കുന്നു. എന്നിട്ട് വന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോ നാറിയെന്നറിഞ്ഞപ്പോ വന്നേക്കുവാ. മനുഷ്യനാണ് പോലും. വേണ്ട കേട്ടോ, അത്ര മനുഷ്യനാവണ്ട. അങ്ങ് ആസിഫ് അലിക്ക് അത്ര മനുഷ്യനാണോ എന്ന് ഇല്ല. ഉള്ള കാര്യം പറയാം, അത്രേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ നിന്നെയൊക്കെ നേരിട്ട് അറിയാവുന്നവരൊക്കെ എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ മറ്റേ ആളെ നേരിട്ട് അറിയാവുന്നവരൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് പറഞ്ഞതാ. അയാൾ ഡീസന്റ് ആണ്, ജെന്റിൽമാൻ ആണ്, ഒരു ഇച്ചിരി എന്ന് പറഞ്ഞ കൊള്ളാവുന്നവൻ തന്നെ. അത്രേ ഉള്ളൂ. പിന്നെ സിനിമയിലൊന്നും അങ്ങനെ കയറി അധികം അങ്ങനെ പുള്ളിക്ക് പറ്റുന്നുമില്ല. ചാൻസ് കിട്ടാത്തതുകൊണ്ടൊന്നും അല്ല, വീട്ടുകാർ സമ്മതിക്കുന്നില്ലെന്നാ പറയുന്നത്. സിനിമയിലൊക്കെ പോകുന്ന എന്തോ കുറച്ചിന് പോലെ കാണുന്ന ഫാമിലിയാണ് ഈ ആസിഫ് അലിയുടെ. അല്ല, സിനിമയ്ക്കകത്താണെങ്കിലും കുറച്ച് നല്ല പടങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അങ്ങനെ മോശമായിട്ടും തോന്നിയിട്ടില്ല. ആസിഫ് അലി, ഷെയ്ൻ നിഗം, ഷൈൻ ടോം ചാക്കോ, ഈ പറഞ്ഞ 3-4 പേരുണ്ട്. ഈ ടൊവിനോ അടക്കം. ടൊവിനോ പിന്നെയും കുറച്ച് വാളിത്തരൊക്കെ കാണിക്കും. സൂപ്പർമാൻ പോലെ വന്ന് പണ്ട് ഗ്യാസ് കുറ്റിപ്പൊക്കെ ഹീറോ ആയ ഫ്ലഡ് ഉണ്ടായ സമയത്ത് അങ്ങനത്തെ പണിയെ കാണിച്ചിട്ടുണ്ട്. ടൊവിനോ അത്ര അങ്ങോട്ട് വരത്തില്ലെങ്കിൽ ഇവർ 3 പേരും വേറെ ടൈപ്പ്. ഷെയ്ൻ നിഗത്തിന് ആവശ്യമില്ലാതെ കുറെ പ്രശ്നത്തിലൊക്കെ പെടാറുണ്ട്, കച്ചറൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അതും ഒരു പാവം പിടിച്ചാനാ, മനസ്സിലായോ? ഇങ്ങനെ വലിയ താങ്ങും മറ്റേ നിർബന്ധിച്ചൊന്നും അങ്ങനെ ആരും പുറയുന്ന നിർബന്ധിച്ചിട്ടല്ല സിനിമയിൽ അഭിനയിക്കുന്നത്. ഡയറക്ടർ നിർബന്ധിക്കണം, അപ്പം നിർബന്ധിക്കണം, നടന്മാരെല്ലാവരും നിർബന്ധിച്ചിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ആളൊന്നും അല്ല ഈ ഷൈൻ ടോം, ഷെയ്ൻ നിഗം, ഈ ആസിഫ് അലി എല്ലാവരും. മനസ്സിലായോ? വേറെ ചിലവന്മാർ അങ്ങനല്ല. പൊക്കിക്കൊണ്ട് വരണം, നിർത്തി പഠിപ്പിക്കണം, പിന്നെ അഭിനയിപ്പിക്കണം. താല്പര്യമില്ല, എന്തൊക്കെ കാണണം ഇവിടെ. അതുപോലത്തെ ആൾക്കാരൊന്നും അല്ലായിരുന്നു. വ്യത്യാസമൊക്കെ ഉണ്ട്. പിന്നെ ക്വാളിറ്റി ഉണ്ട്. ഇവരുടെ സിനിമയിൽ അത്ര മോശമൊന്നുമല്ല. സിനിമയിൽ ഇവരുടെ അഭിനയമൊക്കെ ഡീസന്റ് ആയിട്ട് തന്നെ ഇവർ അഭിനയിച്ച് പോകുന്നു. വലിയ ശല്യം ഇല്ല ഇവന്മാരെ കൊണ്ട്. ഇങ്ങനത്തെ കുറെ നാറികൾ ഇറങ്ങും ഇടയ്ക്ക്. എവിടെ നോക്കിയോ വലിയ കലയാണ്, കൊലയാണ്, വലിയ കാരനാണ്. എന്ത് കാരൻ? ഇവന്റെ ഒന്നും പാട്ട് ഞാൻ കേട്ടില്ല. ഇവൻ ആരാന്ന് ഞാൻ ഇപ്പോഴറിഞ്ഞു. ശരിക്കും ഉള്ള കാര്യം പറയുന്നത്. മലയാളത്തിൽ വലിയ സംഗീത കൊണാണ്ടർ വന്നേക്ക്. ഇവന്റെ ശരിക്കുള്ള പ്രശ്നം ഇവന്റെ അവാർഡും മറ്റേ എന്താ പറയണ്ടേ പൊസിഷൻ ഉണ്ടല്ലോ, ഏത് ഇവൻ വലിയ കുണാണ്ടറാന്നുള്ള സാധനം, അത് തന്നെ അവിടെ വർക്ക് ആയിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ഉണ്ടാക്കണ്ട. പിന്നെ മറ്റേ കർണാട്ടിക് ക്ലാസിക്കലായിട്ടൊക്കെ എന്തോ കൊണയുണ്ട്. അതെന്തോ വമ്പനാന്നുള്ളൊരു വിചാരമുണ്ട്. കർണാട്ടിക് വലിയ പറിയാണ്. അങ്ങനൊന്നും ഇല്ല. അതൊക്കെ പണ്ട്. ഇപ്പൊ അതിനോട് നീ ഡെപ്സിയാണ് ഇപ്പോഴത്തെ പൊളി, അല്ലാതെ നീയൊന്നും അല്ല. കർണാട്ടിക് ഈ പറഞ്ഞ കാലഹരണപ്പെട്ട ഈ പഴത്തിനൊക്കെ ഈ നാട്ടിൽ അവാർഡ് കൊടുക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ ഇവനൊക്കെ, മനസ്സിലായോ? അല്ല, ഇത് വലിയ സംഭവമൊന്നും അല്ല. ആര് കേട്ടേക്കും? ഞാൻ കേട്ടുള്ള ആരും ഡാപ്സിയുടെ അത്രയൊന്നും വരത്തില്ല. ഏതായാലും ഡാപ്സിയാണ് പൊളി. ഡാപ്സി തീപ്പൊരിയാ, മനസ്സിലായോ? അതൊക്കെ ഇപ്പൊ വേണ്ട സാധനം, അതൊക്കെ മതി ഇവിടെ. അല്ല നിന്റെ മറ്റേ കോണ അതൊന്നും ഇവിടെ കാണാൻ താല്പര്യവും ഇല്ല. പിന്നെ ഈ നാട്ടിൽ ഇങ്ങനെയുള്ള തൊലിഞ്ഞ സാധനങ്ങൾക്കൊക്കെ ഏതാണ്ട് കാലഹരണപ്പെട്ട കുറെ പറിക്കൊക്കെ അവാർഡൊക്കെ കൊടുക്കും. അതൊക്കെ മേടിച്ചിട്ട് നീ സംഭവമാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നമുക്ക് താല്പര്യമില്ലടേ, ഇല്ല, തീരെ താല്പര്യമില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരാ ഇപ്പൊ കൂടുതലും. അതാ അതിനകത്ത് പ്രശ്നം. ഈ പറഞ്ഞ സാധനം ഒന്നും ആൾക്കാർക്ക് വേണ്ടാത്തത് തന്നെയാണ്,
അയ്യ ഒരു ക്ലാസിക്കും കലയും കൊണ്ട് വന്നേക്കുന്നു കുറെ എണ്ണം. എന്നിട്ട് അവന്റെ ഒരു ജാടയെന്ന് ഇപ്പം ഇങ്ങനെയുള്ളവന്മാരെല്ലാം തന്നെ ഇങ്ങനെ പെരുമാറത്തുള്ളന്ന് ഇവര്. ഈ മറ്റേ സാധനമാണെന്ന് വിചാരിച്ചിട്ട് മറ്റേ സാധനം കുറെ ചെയ്യത്തില്ലേ. ഇങ്ങനെയുള്ളവൻ എപ്പോഴും ഇങ്ങനെ അല്ലെ ശ്രദ്ധിച്ചു നോക്കൂ. കുറെ എണ്ണം ഉണ്ട് ഇങ്ങനെ. ഇപ്പൊ കുറച്ച് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവരങ്ങ് മുരഞ്ഞിട്ട് ഒരുമാതിരി അങ്ങ് ആകും കിടന്ന്. അത്രേ സംഭവിച്ചിട്ടുള്ളൂ ഇവിടെ. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. നീ എന്തോ കാണിച്ചാലും ഈ കാണിച്ച നിന്റെ ആ അഹങ്കാരം ഹുങ്കും തന്നെയാണ്. അതിന് മനുഷ്യൻ ഉടനെ ഇറങ്ങിക്കോം. പിന്നെ അടുത്ത ഡയലോഗായിട്ട് മനുഷ്യനോട് ഞാൻ ഒരു മനുഷ്യൻ അങ്ങ് സൂചിച്ചു കേട്ടോ എല്ലാവർക്കും. അങ്ങ് മനുഷ്യൻ ഏടേ പോടാ. മറ്റേ കേണൽ സാറിനെ പോലെ പണ്ഡിറ്റ് രമേശ് നാരായണൻ എന്നൊക്കെ പേരുണ്ടെന്ന് ഇവന്. ഇവൻ മറ്റേ ഉടുപ്പൊക്കെ ഇട്ടേക്കുന്നുണ്ടല്ലേ, സ്പെഷ്യൽ ഉടുപ്പൊക്കെ ഇട്ടിട്ടാ വന്നേക്കുന്നത്. പരിപാടിക്ക് പോകല്ലേ, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ വേറെ ഉടുപ്പൊക്കെ ഇടത്തില്ലേ എന്ന് പറഞ്ഞാൽ ഉടുപ്പൊക്കെ ഇട്ട് വന്ന ടീമാ. അവൻ ഇത് കാണിക്കും, മനസ്സിലായി. അവന്റെ ഒരു പാട്ട് ഞാൻ ഇപ്പൊ കേട്ട് വാവേ വാവാന്ന്. ഇവനൊക്കെ അവാർഡ് ഇതുപോലത്തെ കുറെ സാധനങ്ങൾക്ക് ഈ നാട്ടിൽ അവാർഡ് കിട്ടുന്നുണ്ട്. കേണൽ പദവി കിട്ടുന്നുണ്ട്, പത്മഭൂഷൺ കിട്ടുന്നുണ്ട്, പത്മവിഭൂഷൺ വരെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതി വലിയ കാര്യമൊന്നുമില്ല. ഇത് ഏതാണ്ട് ഇത് വേറെ ഐറ്റോ കേട്ടോ. ഈ അവാർഡ് മേടിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചോണം. ഏതൊക്കെയോ വഴി പോയി അവിടെ നിന്നൊക്കെ ഇങ്ങനെ നടന്ന് മേടിക്കുന്ന സാധനം ഇപ്പൊ ഈ അവാർഡ്. അല്ലാതെ വലിയ കല എന്തോന്ന് വേറെ പാട്ട്, വേറെ വല്ല പാട്ടുണ്ടോ? ഞാൻ ഇപ്പൊ ചുമ്മാ കയറി നോക്കിയതാ, അപ്പോഴാണ് പാട്ട് കേട്ടത്. മുഴുത്തിരിക്കുന്നു പണ്ഡിറ്റ്. ഡോക്ടറേറ്റ് കൂടെ ഉണ്ടാവും കല ഉറപ്പാ. ഡോക്ടർ ഇന്ന് കൂടെ ഉള്ളതാ. ഡോക്ടർ രജിത് കുമാറിനൊക്കെ പോലെ ഡോക്ടർ യേശുദാസ് കുറെ ഡോക്ടറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കുറെ എണ്ണത്തിന് ഇതൊക്കെ കൊടുത്ത് തലേ പൊക്കിയെടുത്ത് കുറെ ഈ പറഞ്ഞ പോലത്തെ നോട്ട് എവരിബഡീസ് കപ്പ് ഓഫ് ആ സാധനമൊക്കെ ഉള്ള ആൾക്കാരുണ്ട് ഇവിടെ. അവർ ഭയങ്കര ചായ കുടിക്കുന്ന ടീമാ. ആ ചായയൊക്കെ ഉള്ള ചില ആൾക്കാരൊക്കെ ഇവരുടെ മറ്റവരാ. ഏത് ഇങ്ങനെ പറഞ്ഞു കളയും ഭയങ്കര ജീനിയസ് എന്തോ ഭയങ്കര സംഭവം. എന്തൊക്കെ പറഞ്ഞാലും ഡെപ്സി പൊളിയാ.